ഓട്ടോയിലിരുന്ന് കൊണ്ടുള്ള ഒളിച്ചോട്ടവും ഓട്ടോയിലിരുന്ന് കൊണ്ടുള്ള വ്ളോഗൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഒരു ഒരു മധ്യവയസ്കൻ്റെയും ഒരു പെൺകുട്ടിയുടെയും ഒളിച്ചോട്ടം. അത് ഭയങ്കര ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. അതായത് ഓട്ടോയിലിരുന്ന് പറയുവാണ് ചേച്ചീനെ കെട്ടിയ ആളുടെ കൂടെ ഞാൻ ഒളിച്ചോടി പോവാണ് എന്ന് പറയുന്നു. സ്നേഹം സഹിக்க വയ്യാതെ അങ്ങോട്ടും കൊടുക്കുന്നു ഇങ്ങോട്ടും കൊടുക്കുന്നു. ഭയങ്കരമായ രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അത് പബ്ലിഷ് ചെയ്തു. പിന്നീട് അത് അവർ വിചാരിക്കാത്ത രീതിയിൽ സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്തു. അതിനൊക്കെ ശേഷം ഈ പെൺകുട്ടീനെയും ഇട്ടിട്ട് പോയി. അതായത് ഭാര്യേൻ്റെ അനിയത്തിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആവശ്യമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം എവിടെയോ ഉപേക്ഷിച്ചിട്ട് പുള്ളീൻ്റെ വഴിക്ക് പോയി. അതായത് അവർക്ക് ഒളിച്ചോടി പോകാൻ പൈസ വരെ ഇല്ലാത്തതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ സാലറി വരുന്നതും കാത്തിരുന്ന് സാലറി വന്ന് ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും വിറ്റ് ഉള്ള പൈസ മൊത്തം അടിച്ചു തീർത്ത് സെറ്റപ്പാക്കി ആ പെൺകുട്ടിയെ കൊണ്ടുള്ള ആവശ്യവും കഴിഞ്ഞപ്പം ആ പെൺകൊച്ചിനെ ഉപേക്ഷിച്ചിട്ട് ആ നല്ലവനായ ചേച്ചിയുടെ ഭർത്താവ് ഏതോ ലോകത്തേക്ക് പോയി. അപ്പം വീഡിയോ എടുക്കുന്ന സമയത്തും ഈ നല്ലവനായ ഭർത്താവ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇനി എനിക്ക് 2-3 പേരെ കൂടി കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ആരും കൊണ്ടുവരാനുള്ളത് ചിലപ്പോൾ അമ്മേനെ അച്ഛനൊക്കെ ആയിരിക്കും അല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നല്ലവനായ കാമുകൻ ഉദ്ദേശിച്ചത് വേറെ ആരെയൊക്കെയാണെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും ഈ കുട്ടീനെ ഉപേക്ഷിച്ചു. പക്ഷെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തയാണ് കേട്ടോ. അതായത് നമ്മൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടീനെ ഇപ്പോൾ കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളൊക്കെ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് ആ പെൺകുട്ടീനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ വന്ന് കേട്ടിട്ടുള്ള അറിവ് മാത്രമാണുള്ളൂ. അതായത് ആ കുട്ടിക്ക് 4 വയസ്സുള്ളപ്പം ഇങ്ങേര് ഈ കുട്ടീൻ്റെ ചേച്ചീനെയും കിട്ടി ആ വീട്ടിലേക്ക് വന്നതാണ്. അപ്പം മിനിമം കല്യാണം കഴിക്കുകയാണെങ്കിൽ 18 വയസ്സാണല്ലോ. അപ്പോൾ ഈ ചേച്ചിയും ഈ പെൺകുട്ടിയും തമ്മിലുള്ള പ്രായം വ്യത്യാസം ഏകദേശം 14 വയസ്സായിരിക്കും. അപ്പം ഈ കുട്ടിക്ക് 4 വയസ്സുള്ളപ്പം ഈ ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അങ്ങനെയാണ് ഈ മനുഷ്യൻ അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം 4 വയസ്സെന്ന് പറയുമ്പോൾ ഒക്കെ എന്താ പറയുക, സ്വന്തം മോളെ പോലെ ഭാര്യേൻ്റെ അനിയത്തീനെ സ്വന്തം മോളെ പോലെ കാണേണ്ട ഒരു പ്രായമാണ്. പക്ഷെ ആ തെണ്ടി കണ്ടത് വേറൊരു രീതിയിലാണ്. അപ്പം ആ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോഴും ഇയാളുടെ ഒരു എന്താ പറയുക, നമ്മൾ ഒരു പ്രത്യേക ഇയാളുടെ ഇടപെടലുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം പെൺകുട്ടിക്ക് 22 വയസ്സായി. അപ്പം ഇത്രയും കാലം 18 വർഷം ഇയാളെ കണ്ടുകൊണ്ടാണ് ആ കുട്ടി ജീവിച്ചിട്ടുണ്ടാകുക. അപ്പം ചേച്ചീൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റോൾ മോഡലായിരിക്കും കേട്ടോ. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നു, നമ്മൾ എടുത്തുകൊണ്ട് നടക്കുന്നു. അപ്പം ആ കുട്ടീൻ്റെ ഒരു റോൾ മോഡലായിട്ടായിരിക്കും ആ മനുഷ്യനെ കണ്ടിട്ടുണ്ടാകുക. അപ്പം അയാൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ശരി, അയാൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ തെറ്റ്. അങ്ങനെ അയാൾ തന്നെയായിരിക്കും ഈ കുട്ടിയുടെ സ്വന്തം അച്ഛനെ അമ്മേനേക്കാളും ഈ കുട്ടീനെ വളർത്തിയിട്ടുണ്ടാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും റോൾ മോഡലായിട്ട് കാണുന്നൊരു മനുഷ്യന് ഈ പെൺകുട്ടിയുടെ മൈൻഡ് മാറ്റിയെടുക്കാൻ അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. പെട്ടെന്ന് ഈ സംഭവം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കസ്തൂരിമാൻ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് കേട്ടോ. അതിനകത്ത് കുഞ്ചാക്കോ ബോബന്, മീര ജാസ്മിനൊക്കെ ഉള്ളു. അപ്പോൾ മീര ജാസ്മിനെ ചേച്ചീനെ കെട്ടിക്കൊണ്ട് വരുന്നത് നമ്മുടെ ഷമ്മി തിലകനാണ്. അപ്പോൾ അതിനകത്ത് മീര ജാസ്മിനോട് ഷമ്മി തിലകന് തോന്നുന്ന ഒരു സ്നേഹം, പ്രണയം എന്ന് പറയാൻ പറ്റില്ല, കാമം, ഇതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ സിനിമയിലുള്ള പോലത്തെ ഒരു അവസ്ഥയാണ് ഈ കുട്ടിക്ക്. പക്ഷേ ആ സിനിമയിൽ മീര ജാസ്മിൻ ഭയങ്കരമായ രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത്, അതായത് നായികയാണ്, സിനിമയാണ്. പക്ഷേ സിനിമ പോലെയല്ല ജീവിതം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 വയസ്സുള്ളപ്പോൾ തൊട്ട് കാണാൻ തുടങ്ങിയ ചേച്ചീൻ്റെ ഹസ്ബൻഡായിരിക്കാം ആ കുട്ടീൻ്റെ റോൾ മോഡൽ. അപ്പോൾ അയാൾ തെറ്റെന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം തെറ്റും, അയാൾ ശരിയെന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ശരിയായിട്ടായിരിക്കും പണ്ട് തൊട്ടും മൈൻഡിൽ കയറിയിട്ടുണ്ടാകുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരു നിമിഷത്തിൽ അയാൾക്ക് എന്തോ തോന്നി മൂത്ത് വിളിച്ചു കഴിഞ്ഞപ്പം ഈ കുട്ടിക്ക് അയാളുടെ കൂടെ ഇറങ്ങി പോകാൻ തോന്നിയതും. പക്ഷേ ഇപ്പോൾ ആ കുട്ടീൻ്റെ അബദ്ധം മനസ്സിലായി കാണും കേട്ടോ. അതായത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഫാമിലിയൊക്കെ വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ നല്ലൊരു കുടുംബമായിരുന്നു. അപ്പോൾ അതിനകത്തേക്കാണ് ഒരുത്തൻ കയറി വന്നിട്ട് ഇജ്ജാതി പണിയും കാണിച്ചിട്ട് പോയിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ വലിയ രീതിയിൽ എന്തൊക്കെ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ രീതിയിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം കൊന്നുകളയണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇവനെ പെട്ടെന്ന് കൊല്ലരുത് കേട്ടോ. പെട്ടെന്ന് കൊല്ലാൻ നമ്മൾ ആൾക്കാർ എന്തിനാണ് അവനെ കൊല്ലുന്നത്? കൊല്ലാനൊന്നും പാടില്ല. നമ്മൾ കൊല്ലരുത്. കൊല്ലാതെ അവൻ ജീവനോടിരിക്കുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ പറയില്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ നിയമം കയ്യിലെടുക്കുന്നൊന്നുമില്ല കേട്ടോ. അത് നിയമം ഒരിക്കലും കയ്യിലെടുക്കാൻ പാടില്ല. പക്ഷേ അവന് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് മാന്യമായിട്ടുള്ള കാര്യം, മാന്യമായ രീതിയിൽ അവനോട് പെരുമാറണം. മനസ്സിലായി കാണൂല എൻ്റെ മാന്യത എന്താണെന്നുള്ളത്. എൻ്റെ മാന്യതയല്ല, ഞാൻ പറഞ്ഞ മാന്യത എന്താണെന്നുള്ള മനസ്സിലായി കാണുമല്ലോ. കാരണം
സ്വന്തം മകളെ പോലെ കാണേണ്ട പ്രായത്തിൽ ആ വീട്ടിൽ വന്ന് കയറി ഭാര്യേൻ്റെ അനിയത്തീനെ ഇവൻ ഇത്രത്തോളം വൃത്തികെട്ട രീതിയിലാക്കുകയും ആ കുടുംബം തന്നെ തകർക്കാനായിട്ട്, അതായത് എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടീനേക്കാളും ഒരു 5-6 വയസ്സ് ഇളയതിലുള്ള മക്കൾ ഇവനുണ്ടാകും. അതായത് ഒരു 18 വയസ്സെങ്കിലും ഉള്ള മക്കൾ മിക്കവാറും ഈ ഇവനുണ്ടാകും. പയ്യനല്ല, ഈ മധ്യവയസ്കന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിട്ടാണ് ഇവൻ മകളുടെ പ്രായമുള്ള ഒരു കുട്ടീനോട് ചെയ്യേണ്ടതായിട്ടല്ലാത്ത പരിപാടി ചെയ്തു വെച്ചിട്ട് ആ കൊച്ചിനെ കൊണ്ട് പോയത്. എന്നിട്ട് അവൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന അടുത്ത് ഇനി വേറെ എവിടെയെങ്കിലും ചെല്ലുക, അടുത്ത ആൾക്കാരെ കണ്ടുപിടിക്കുക, ഇതുപോലെ കൊണ്ട് നടക്കുക, എന്നിട്ട് അവരുടെ കയ്യിൽ പണം മൊത്തം അടിച്ചു മാറ്റുക, എന്നിട്ട് അവരെ എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുക. ഇപ്പം ഇവൻ്റെ പേരിൽ ഇപ്പോൾ വേറെ എന്തൊക്കെയോ പെണ്ണ് കേസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അന്വേഷിക്കുക. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് ഇവനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു, അറിയത്തില്ല. പക്ഷെ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പെൺകുട്ടീനെ ഇനി അധികം വലിച്ചു കയറാൻ നിന്നിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് പെൺകുട്ടിയുടെ സൂക്കേടും കൂടി ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. അത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, അയാൾ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റും അയാൾ പറഞ്ഞു കൊടുക്കുന്നത് ശരിയും, അയാൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമായിരിക്കും കുട്ടീൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ. അതായത് 4 വയസ്സ് തൊട്ട് ഒരാളെ കാണാൻ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റോൾ മോഡലായിട്ടായിരിക്കും നമ്മൾ ചേച്ചീൻ്റെ ഹസ്ബൻഡിനെയൊക്കെ കാണുക എന്ന് പറയുന്നത്. അപ്പം ആ കുട്ടീനെ ഇനിയിപ്പോൾ വലിച്ചു കീറിയിട്ട് കാര്യമില്ല, നടക്കാനുള്ള നടന്നു. പക്ഷേ ആ തിണ്ടീന് വെറുതെ വിടാൻ പാടില്ല. കാരണം സ്വന്തം മോളെ പോലെ കാണേണ്ട ഒരു കുട്ടീനെയാണ് വന്നിട്ട് ഇജാതി പരിപാടി ചെയ്തിട്ട് പോയേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുക, നാട്ടുകാരാണെങ്കിലും പോലീസാണെങ്കിലും. അപ്പം ഇനിയിപ്പോൾ ആ കുട്ടിക്കെതിരായിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നവർ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ട് ഞാൻ ഇട്ടായിരുന്നു കേട്ടോ. അതായത് കലിപ്പിൻ്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞാൽ ഇട്ടത്. പക്ഷേ ഈ കുട്ടീനെ അതുപോലെ തന്നെ അവൻ ഉപദ്രവിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതുപോലെയല്ല, കലിപ്പിൻ്റെ കാന്താരികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ ചേട്ടായി എന്നെ എന്ത് ചെയ്താലും ഞാൻ സഹിക്കും എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോമഡികളിലൊക്കെ കോമഡി ആയിട്ട് വരുമെങ്കിലും അതൊക്കെ വളരെ വളരെ എന്താ പറയുക, സമൂഹത്തിൽ ഭയങ്കരമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എൻ്റെ ചേട്ടായി എന്തോരം അടിച്ചാലും കുഴപ്പമില്ല, എൻ്റെ ചേട്ടായി തീ കൊളുത്തി കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ചേട്ടായിൻ്റെ അടി സൂപ്പറാണ്, അല്ലെങ്കിൽ ചേട്ടായി എന്നെ എന്ത് ചെയ്താലും അതിന് ഭയങ്കര വേദനിപ്പിച്ചാലും എനിക്കത് സുഖമായിട്ടാണ് തോന്നുന്നത് എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക എല്ലാവരും.